ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി വാടകക്കാരൻ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. കഴിയുന്നവരൊക്കെ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബു ഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആദ്യം ഞാനൊരു ക്ലിപ്പ് കേൾപ്പിക്കാം. ആ ക്ലിപ്പ് കേട്ടതിന് ശേഷം ബാക്കി പറയാം. കേട്ടോളൂ. വേറൊന്ന് കേട്ടോ, 53-ാമത്തെ താജുലമിന്റെ മേലേന്നാണ് വിചാരം. കേട്ടോളൂ, പൊട്ടത്തര അടുത്ത് വാദിച്ചു വന്നാൽ, അവകാശവാദങ്ങളേക്ക് വാദിച്ചു വന്നാൽ ഇവിടുത്തെ ബഹുമാനപ്പെട്ട താജുലമിന്റെ മേലെ, താജുലമിന്റെ മേലെ എല്ലാ ഉസ്താദുമാരും മേലെ ഇത് സ്വന്തം അവകാശപ്പെടുന്നത്, അതാണ് ഏറ്റവും വലിയ തെറ്റ്. ആരാണ് അവകാശപ്പെട്ടതെന്ന ചോദ്യം. ഇജ്ജന്നെ അവകാശപ്പെട്ടത്? നിന്റെ കോമാടൻ തന്നെ അവകാശപ്പെട്ടത്? ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അന്നത് പറഞ്ഞപ്പോ പല സുന്നി പ്രവർത്തകരും പൊന്മള ഉസ്താദ് പറഞ്ഞത് ശരിയല്ല എന്ന് ധരിച്ചിട്ടുണ്ടായിരുന്നു, തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോമാട്ട് ജാലിൽ ഔള പറയുന്നില്ല, പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ജനങ്ങളെ വിശ്വാസം. എന്നാൽ ഇപ്പൊ ഇത് കേൾക്കുന്നവരങ്ങനെ വിശ്വസിക്കുവോ? ഇല്ല. കാരണം വളരെ വ്യക്തമാണ്. റസൂലുള്ളാഹിനേക്കാളും വലിയ ശൈഖാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു. മശായിഖിന്റെ മടിത്തട്ടിൽ വളർന്ന അഹ്ലുസുന്നയുടെ രാജകുമാരനായ ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്താ ചെയ്യാ, എന്തൊക്കെയാ ഈ പറയണേ? MDM അതിലപ്പുറം അടിച്ചാണ് കയറി പറഞ്ഞതുകൊണ്ട്. മശായിഖന്മാരെ മടിത്തട്ടിൽ വളർന്ന നിങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മശായിഖന്മാരെ മടിത്തട്ടിലാണ് വളർന്നത്. ഏതാണ് ഈ നമുക്കൊക്കെ? അതുകൊണ്ട് അതിന്റെ ബാക്കിൽ മറ്റേ വണ്ടി വാടകയ്ക്ക് എടുത്താണ്ട് മറ്റേ അടിയിട്ടിയ ചകായി 2 കഞ്ച് പൊതിച്ച് എന്താ കാട്ടു? ഈ പറഞ്ഞ എന്താന്നുള്ള അന്തകമ്മികൾ ചിന്തിച്ചിട്ടില്ല. എന്താ ഒരു കഷ്ടം. മുമ്പിൽ ഇങ്ങനെ തള്ളിക്കാട്ടി കുത്തിറക്ക. ഈ കോളാമ്പി എന്തെങ്കിലും ഒച്ചത്തിൽ പറഞ്ഞ ഓക്ക് പറഞ്ഞറിയാ. ഇതിനും വേണ്ടിയിട്ടായിട്ട് ഈ ബംഗാളികളുണ്ടല്ലോ മുമ്പ് കൊണ്ടിരുത്തിയാല് എന്താ ചെയ്യല്? ലോകം നിയന്ത്രിക്കുന്നത് കോമാടൻ ഔളിയാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ? എന്നിട്ടിപ്പൊ ചോദിക്കുക, ആരാണിത് പറഞ്ഞത്? പൊന്മള ഉസ്താദ് പണ്ട് എന്തു പറഞ്ഞോ അതൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു.
ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഉസ്താദ് എങ്ങനെ ആദരിക്കുന്നത്, അതായത് കോമാടൻ ഔള എങ്ങനെയാണ് ആദരിക്കുന്നതെന്ന് വന്നു നോക്കണം. വന്ന് നോക്കേണ്ട കാര്യമില്ല. ഓന്റെ സംസാരം കേട്ടാൽ മതി. നിങ്ങൾ പിൻവലിച്ചുകൊണ്ടിരിക്കുന്ന ഓന്റെ ആ പേച്ച സംസാരം ഉണ്ടല്ലോ, വൃത്തികെട്ട സംസാരം, ആ തെമ്മാടിയുടെ ഓന്റെ സംസാരം കേട്ടാൽ മതി. ഓൻ കാന്തപുരസ്ഥാനം എന്താ വിളിച്ച് തന്തേന്ന് അല്ലേ? ഉള്ളാളത്ത് മഹാനായ സയ്യിദ് മദനി തങ്ങളെ മക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ മുമ്പെന്ന ഇവൻ വെല്ലുവിളിക്കണ ഔലിയാക്കന്മാരെ ഉളുപ്പുണ്ടോ? ഇങ്ങനത്തെ വാക്കുകൾ മഹാന്മാരെ ഹദറത്ത് പോയിട്ട് പറയല. ഇതേതോ ചെറിയ മൊയ്ലാക്കുട്ടിയോ മുത്താലിമാണോ വിളിച്ചു പറയണത്? തന്തായില്ലേ നീ വിളിക്കുന്ന തോന്നിവാസങ്ങള് നിന്നെ കൊണ്ട് ആരാ പറയിപ്പിക്കുന്നത്? ഞങ്ങൾ മൈക്കകൾ മാത്രമാണ്. ഞങ്ങളെ ഏൽപ്പിച്ചത് പറയുകയാണ്. ഏൽപ്പിച്ച ദൗത്യമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. നീയാകുന്ന മൈക്കയിലൂടെ ഛർദിക്കുന്നതാരാ? കോമാടൻ ഔള. 2 മക്കളുള്ള ഒരു പെണ്ണിനെ അവളുടെ ഭർത്താവിനെ ഒഴിവാക്കിയാൽ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞ തെമ്മാടി കള്ളുകുടിയൻ. നിഷേധിക്കാൻ കഴിയോ? ഓൻ കള്ളു കുടിച്ചത്, ലഹരി ഉപയോഗിക്കുന്നത് ഞാൻ തെളിയിച്ചുതരാം. ഓൻ മാഹി അമ്പലത്തിൽ പോയിട്ട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലുള്ള ക്ഷേത്രത്തിനടുത്തുള്ള ജ്യോത്സ്യന്മാരെ കണ്ടിട്ട് അനുഗ്രഹങ്ങൾ വാങ്ങുകയും അവരോട് പലരെയും നശിപ്പിക്കാനും പലരെയും നന്നാക്കാനും വേണ്ടിയുള്ള, നൗഷാദിനെ പോലെയുള്ള കറുപ്പന്മാരെ വെളുപ്പിക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരണം, ചെയ്തു തരണമെന്ന് അവിടെ പോയി താണുകയാണ് അപേക്ഷിച്ച ആളാണ് കോമാടൻ ഔള. നിഷേധിക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. തെളിവെന്നോട് ചോദിക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കോമാടൻ ഔളയും നൗഷാദും തെറിയൂരി കുഞ്ഞമ്മതും ആനവാരി മൊയന്ത് സമതും ഒരു സ്റ്റേജുമ്മൽ അപ്പുറത്തും ഞാൻ ഇപ്പുറത്തും നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ പറയാം, തെളിവുകൾ ചോദിക്കാം, നിഷേധിക്കാം. ധൈര്യമുണ്ടെങ്കിൽ കടന്നു വരൂ, അറിയിക്കൂ എന്നെ. ധൈര്യമുണ്ടോ എന്റെ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ, ആ തെളിവ് ചോദിക്കാൻ ധൈര്യമുണ്ടോ? കുരുവട്ടൂർ അള്ളാടെ റസൂലിന്റെ പേരക്കുട്ടിനെ ഞങ്ങൾ പറയണത്, അത് അള്ളാടെ റസൂലിന്റെ പേരക്കുട്ടിയാ. അത് പേരക്കുട്ടിയെ ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഈ വിഷയം നിർണായക ഘട്ട ടേണിംഗ് പോയിന്റാ. ഞാൻ കോഴിക്കോട് 1 മണിക്കൂർ കല്ലായി പാലത്തിന്റെ അവിടെ ഒരു ക്ലബിൽ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക. ഞാൻ 2 മിനിറ്റ് എനിക്ക് ഹാർമോണിയം തന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണിയം ഞാൻ പഠിക്കുകയും ചെയ്തു. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ്. ആറാമം മറ്റേ സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമല്ല. വേർത്തോൾ സിനിമയിൽ അഭിനയിച്ച് മുഹമ്മദ് റാബി സ്വർഗത്തിലുള്ളത്, പ്രേംനേശ്വർ സ്വർഗത്തിലുള്ളത്. ഇല്ലാതെ നിങ്ങൾക്ക് പറയാൻ കഴിയോ? കൂടുതലായിട്ട് അതിൽ പെട്ടതല്ല എന്ന് പറയുന്നതിന് കൂടുതൽ ഉപോത്ബലമല്ലേ ഈ തങ്ങൾ സ്വീകരിക്കുന്ന സമീപനം? അപ്പൊ ഈ തങ്ങളാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ തങ്ങൾ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കണം. എങ്കിലേ ഞങ്ങൾ ഈ തങ്ങളായിട്ട് അംഗീകരിക്കൂ. അങ്ങനൊക്കെ പറ്റുമോ? ആദർശപരമായി എന്ത് ബന്ധാണ്? ആദർശബന്ധം ഈ അഹ്ലുബൈത്തിനോട് ഈ തങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയേ, ആദർശബന്ധമുണ്ടോ? മ്യൂസിക് ഉപകരണങ്ങൾ, അത് കേൾക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ജായിസാണ് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ അന്ത്യനാളിന്റെ മുമ്പ് വരുന്ന വിപത്തുകളാണെന്ന് പുണ്യനിബിതങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ആദർശബന്ധമുണ്ടോ? ഇല്ലാത്ത സംഭവം അമ്പിയാക്കളെ നബിയുടെ നേരെ മോനല്ലേ, നൂഹ് നബിയുടെ നേരെ മോനല്ലേ ആര്? കൻആൻ ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ തന്നെ ഞങ്ങൾ പറയാ. നൂഹ് നബിയുടെ മോനെ പറ്റിയല്ലേ പറഞ്ഞത്? നൂഹ് നബിയുടെ മോൻ കൻആൻ ലഅനത്തുല്ലാഹി അലൈഹി. എന്തേ? അള്ളാഹ് പറഞ്ഞു ലൈസ മിൻ അഹ്ലിക്ക്, അത് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടല്ലേ നബിയെ, വിട്ടോളേ.
എല്ലാ കഴിവും നൽകപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? വെറും നിമിത്തം മാത്രം, ഒരു കഴിവില്ല. ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ ഇദ്ദേഹം പറഞ്ഞ പോയിന്റ്. അല്ലാഹുവിനെ തിരിഞ്ഞോ? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. ഉണ്ടാകണമെന്ന് അല്ലാഹു തീരുമാനിക്കുമ്പോൾ ഉണ്ടായിപ്പോയി. മറ്റതൊക്കെ കാരണങ്ങളാ. വിശപ്പ് മാറാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങളെ വിശ്വാസം എന്താ അറിയോ? കേട്ടോ, ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല. മാറ്റുന്നവൻ അല്ലാഹുവാണ്. വിശപ്പതിന് ഭക്ഷണം അതിന്റെ കാരണമാണ്. മരുന്നിന് രോഗം മാറ്റാൻ കഴിയൂല. മാറ്റുന്നത് അല്ലാഹുവാണ്. മരുന്നതിന്റെ കാരണമാണ്. നബിയിനും വലിയനൊക്കെയും അല്ലാഹു കൊടുത്ത കഴിവല്ലാതെ ഒരു കഴിവുമില്ല. ഈ തൗഹീദ് മാറിയിട്ട് നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ശൈഖ് ജീലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ശൈഖ് ജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അല്ല തേടാൻ പറഞ്ഞതുകൊണ്ട് തേടിയതാ. ശൈഖ് ജീലാനി കാരണമാണ് രോഗം മാറ്റിയത് അല്ലാഹുവാണ്. ശൈഖ് ജീലാനി കാരണമാണ് രോഗം മാറ്റിയത് അല്ലാഹുവാണ്. അത് കുഴപ്പമില്ല, ഞാൻ അവിടെ അങ്ങനെയും പറയും ഇവിടെ അങ്ങനെയും പറയും. അതാണ് ഞങ്ങള്. ഇയാളപ്പോ കുതിരവട്ടത്തിന് എടുക്കുമെന്ന് സംശയമാണ്. കാരണം ഒരു സുഖമില്ലാത്ത അവസ്ഥയിൽ